ലോകത്തുള്ള ഒരാളെയും സഹായിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എന്താണ് തിരിച്ചു കിട്ടാൻ പോകുന്നത് എന്നുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് മനാഫിൻ്റെ കേസ്. കാരണം നമ്മുടെ ഒപ്പമുള്ളവരെ ഒരാളെയും നമ്മൾ ആത്മാർത്ഥമായിട്ട് ഒരിക്കലും സ്നേഹിക്കാൻ പാടില്ല, അയാൾക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തു കൊടുക്കാനും പാടില്ല. കാരണം അങ്ങനെ ചെയ്തു കൊടുത്തതിൻ്റെ പേരിലാണ് ഇന്ന് മനാഫ് ഇത്രത്തോളം ദുരിതം അല്ലെങ്കിൽ അയാൾക്കെതിരെ ഇപ്പോൾ ഒരു കേസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇപ്പം ഞാൻ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് മനാഫ് അർജുനെ തിരിച്ച് കിട്ടിയതിന് ശേഷം ഞാൻ അങ്ങനെ വീഡിയോസ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം കിട്ടിയതിൻ്റെ രീതിയിൽ കേരളത്തിലുള്ള എല്ലാ മലയാളികൾക്കും അർജുൻ്റെ ബോഡി തിരിച്ചു കിട്ടി എന്നുള്ളൊരു എന്താ പറയുക ഒരു സമാധാനം ഉണ്ടായിരുന്നു. അർജുൻ്റെ കുടുംബത്തിനാണെങ്കിലും അതേ രീതിയിൽ. പിന്നീട് ഇതിൻ്റെ ഇടയിൽ കിടന്നിട്ട് അർജുൻ്റെ കുടുംബത്തിൽ അർജുൻ്റെ സഹോദരി വന്നിട്ട് മീഡിയയുടെ മുന്നിൽ വന്ന് പറഞ്ഞു കൊടുക്കുന്ന ഓരോ സ്റ്റേറ്റ്മെൻറ്റിനാണ് ഈ പ്രശ്നങ്ങൾ ഇത്രയും വലുതായിട്ട് ഇച്ചിരി വഷളായിട്ട് ഇപ്പം മനാഫിനെതിരെ ഒരു കേസ് വരെ വന്നിരിക്കുന്നത്. അതായത് അർജുനെ കിട്ടിയതിന് ശേഷം ആ ഒരു മീഡിയസിൻ്റെ മുന്നിലാണെങ്കിൽ അർജുൻ്റെ അനിയത്തിയാണെങ്കിൽ അർജുൻ്റെ സഹോദരി എല്ലാ ആളുകൾക്കും നന്ദി പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ മനാഫിൻ്റെ പേര് മാത്രം ഒഴിവാക്കി. അന്ന് തൊട്ട് കേരളത്തിലുള്ള എല്ലാ മലയാളികളും ഇങ്ങനെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് മനാഫിൻ്റെ പേര് മാത്രം ഒഴിവാക്കി? അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു കുടുംബത്തിനോട് പല ആളുകൾക്കാണെങ്കിലും ഒരു എതിർപ്പും ഒരു വിയോജിപ്പും കാര്യങ്ങളൊക്കെ തോന്നും. അത് പിന്നീട് ഒരു സൈബർ അറ്റാക്കോ എന്നുള്ള രീതിയിലൊക്കെ മാറിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്ക് അത്ഭുതപ്പെടാനോ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പം ഈ ഒരു ഇപ്പം ഞാനിത് സംസാരിക്കുന്ന മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഈ പറയുന്ന മനാഫിനെതിരെയാണെങ്കിൽ ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തു. അപ്പോൾ നിങ്ങളെല്ലാവരും ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള എല്ലാ പത്രമാധ്യമങ്ങളാണെങ്കിൽ TRP നോക്കി മാത്രം വാർത്തകൾ കൊടുക്കുന്ന ഇവിടുത്തെ പത്രമാധ്യമങ്ങൾ ആദ്യം അർജുൻ്റെ കേസ് വന്നപ്പോഴത്തേക്കിന് നേരെ അങ്ങോട്ട് ചാടി അർജുൻ്റെ ബോഡി തിരിച്ചു കിട്ടുമോ ഇല്ലയോ എന്താണെന്നുള്ള യാതൊരു വിവരങ്ങൾ അറിയുന്നതിന് മുന്നേ തന്നെ ഇപ്പുറത്ത് വയനാട് ദുരിതം വന്നപ്പോഴത്തേക്കിന് ഇവിടെയാണ് TRP എന്ന് മനസ്സിലാക്കി ഇവിടുത്തെ മീഡിയാസ് മുഴുവൻ നേരെ ഇങ്ങോട്ട് ചെക്ക് ചാടി. അവിടുന്നും പോരാഞ്ഞിട്ട് ഹേമ കമ്മിറ്റി വന്നപ്പോഴത്തേക്കിന് അവിടെ TRP വാല്യൂവിനനുസരിച്ച് നേരെ അങ്ങോട്ട് ചാടി. ഏറ്റവും അവസാനമാണ് അർജുൻ്റെ ബോഡി തിരിച്ചു കിട്ടിയപ്പോഴത്തേക്കിന് മീഡിയാസ് മൊത്തം നേരെ തിരിച്ച് അങ്ങോട്ടും ചാടി. ഇതാണ് മീഡിയാസ്. ഓക്കെ, ഈ മീഡിയാസ് ഇങ്ങനെ നിൽക്കുന്ന ടൈമിൽ അർജുന് വേണ്ടിയിട്ട് ഞാൻ ഇന്നും ഇവിടെ കാത്തു നിൽപ്പുണ്ട്, അല്ലെങ്കിൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പുറം ലോകത്തോട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ളതായിരുന്നു മനാഫ് ലോറി ഡ്രൈവർ എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബ് ചാനൽ. ആ യൂട്യൂബ് ചാനൽ വരെയാണെങ്കിൽ ഈ പറയുന്ന പോലെ അർജുൻ്റെ പേരും പറഞ്ഞുകൊണ്ട് പൈസ തട്ടിക്കാനെന്നും പറഞ്ഞുള്ള ഒരു രീതിയിലൊക്കെയുള്ള ഒരു ആരോപണങ്ങൾ ആ ഒരു കുടുംബം ഉന്നയിക്കുമ്പോൾ മനാഫിൻ്റെ കാര്യം നമുക്ക് കാണുമ്പോൾ എന്താ പറയുക, സഹതാപം മാത്രമേ തോന്നുള്ളൂ. കാരണം തൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ തൻ്റെ കീഴിൽ വർക്ക് ചെയ്തിരുന്ന ഒരു തൊഴിലാളിക്ക് വേണ്ടിയിട്ട് അത്രത്തോളം ഒരു സഹോദരനെ പോലെ സ്നേഹിച്ചതിൻ്റെ പേരിൽ കേൾക്കേണ്ടി വന്നിട്ടുള്ള പഴികളാണ് ഇത്ര. മനാഫിനെതിരെ വന്നിട്ടുള്ള ആ ഒരു കേസിൻ്റെ FIR ഞാൻ ഇവിടെ നിന്ന് വായിക്കാം. പരാതിക്കാരിയുടെ സഹോദരൻ അർജുൻ എന്നയാൾ 2024 ജൂലൈ മാസം 16-ാം തീയതി ഷിരൂരിൽ വെച്ച് മണ്ണിടിച്ചിലിൽ മരണപ്പെട്ടുണ്ടായ കാര്യത്തിന് ലോറി ഉടമയുടെ സഹോദരൻ മനാഫ് എന്നയാൾ സോഷ്യൽ മീഡിയ വഴി തിരച്ചിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പരാതിക്കാരിയുടെ കുടുംബ പശ്ചാത്തലവും അർജുൻ്റെ ഫോട്ടോ ഉപയോഗിച്ച് ലോറി ഉടമ മനാഫ് എന്ന പേരുള്ള യൂട്യൂബ് ചാനൽ ആരംഭിച്ച് അതുവഴി കുടുംബത്തെ അപകീർത്തിപ്പെടുത്തുകയും ആയതിനെ 2/10/2024 തീയതി മാധ്യമങ്ങൾ മുഖേന സത്യാവസ്ഥ പറഞ്ഞ കാര്യത്തിന് മനാഫ് ഒരുക്കി വെച്ച സാഹചര്യം മുതലെടുത്ത് സോഷ്യൽ മീഡിയ പരാതിക്കാരിക്കും കുടുംബത്തിനുമെതിരെ സൈബർ അറ്റാക്ക് നടത്തി സമൂഹത്തിൽ എന്ന് പറഞ്ഞാൽ ഇത് ക്ലിയർ ആവുന്നില്ല. അപ്പം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു FIR കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് കുറച്ചടുത്ത് നിന്നോടാം. അപ്പം FIR കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. മനാഫ് ഈ പറയുന്ന പോലെ ഒരു സഹോദരനെ പോലെ കണ്ട് അയാൾക്ക് വേണ്ടിയിട്ട് അർജുന് വേണ്ടിയിട്ട് കുറച്ച് എന്താ പറയുക, അയാൾ ആത്മാർത്ഥമായിട്ട് തൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ആ ഒരു വ്യക്തിയെ സ്നേഹിച്ചതിൻ്റെ പേരിലാണ് ഇപ്പം ഇങ്ങനൊരു കാര്യം വന്നിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ നാട്ടിൽ വയനാട് ദുരന്തം ഇങ്ങനെയുള്ള ഒരുപാട് ദുരന്തങ്ങൾ കാര്യങ്ങൾ ഈ പ്രളയം ഉണ്ടായപ്പോഴും നമ്മളെല്ലാ മലയാളികളും ഒരുമിച്ച് നിന്ന് ലോകത്തോട് മൊത്തം വിളിച്ച് കാണിച്ചതാണ് നമ്മളെല്ലാവരും മനുഷ്യനായിട്ട് മാത്രം കാണുന്നവരാണ്, മനുഷ്യത്വമുള്ളവരാണ് എന്നുള്ള രീതിയിലേക്കൊക്കെ. അപ്പം ഇന്ന് അതേ മനുഷ്യത്വം മനാഫ് കാണിച്ചപ്പോഴത്തേക്കിന് ആ മനാഫിന് നേരിടേണ്ടി വന്നിട്ടുള്ളത് ഈ കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്ന് ഈ രീതിയിലാണ്. ഓക്കെ, അപ്പം ഈ ഒരു കുടുംബം ചെയ്ത വേറൊരു പ്രശ്നം എന്തായിട്ട് എനിക്ക് ഒട്ടും അങ്ങോട്ട് യോജിക്കാൻ തോന്നാത്തൊരു കാര്യം എന്ന് വെച്ചാൽ അർജുൻ്റെ ബോഡി തിരിച്ച് കിട്ടിയപ്പോഴത്തേക്കിന് മനാഫിന് ക്രെഡിറ്റ് പോകുന്നു. അന്നേരം അതൊരിക്കലും പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് നേരെ പ്രസ് മീറ്റ് വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം പറയാനുള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു മനോവികാരം എന്താണ് ആ ഒരു ടൈമിലെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ആ ഒരു സമയത്തിൽ കിട്ടേണ്ട ആ ഒരു സമാധാനം അല്ലെങ്കിൽ അർജുൻ്റെ കാര്യമാണോ ആലോചിക്കുന്നത്, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ക്രെഡിറ്റ് കിട്ടുന്നു എന്നുള്ള കാര്യത്തിലൊക്കെയാണ് അവർ ബോധർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രസ് മീറ്റ് വിളിച്ചിട്ട് ഇവർ പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ ഇങ്ങോട്ട് വെക്കാം. ഒരു ഘടകമുണ്ട് ഇതിൽ. മുഖ്യധാര മാധ്യമങ്ങളിൽ കൂടെയാണെങ്കിലും യൂട്യൂബിലൂടെയാണ് നടന്നു പോകുന്ന സംഭവം. അർജുന് 75,000 രൂപ സാലറി ഉണ്ട്. ആ 75,000 രൂപ സാലറി കിട്ടിയിട്ട് പോലും അവന് ജീവിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ അടിയിൽ അതൊരു പിന്നെ ശരിയായ കാര്യമല്ല, അതൊരു തെറ്റായ കാര്യമാണ്. അത് ആ വ്യക്തി പൊതുസമൂഹത്തിന് മുന്നിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 75,000 രൂപ ഇന്നേ വരെ ഒരു മാസം അവന് കിട്ടിയതായിട്ട് അറിവില്ല എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കൃഷ്ണപ്രിയ അറിയാം, അച്ഛനാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും എല്ലാവർക്കും ആ കാര്യം അറിയാം. ഇതിൻ്റെ പേരിൽ ഞങ്ങൾ നേരിട്ട് അതിൻ്റെ അടിയിലുള്ള രൂക്ഷമായിട്ടില്ല, കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള കമൻറ്റുകളാണ് അതിൽ ആൾക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അർജുൻ്റെ പൈസ എടുത്ത് തിന്ന് ജീവിക്കുന്ന സഹോദരിമാർ, അല്ലെങ്കിൽ അനിയൻ, സഹോദരൻ, പിന്നെ
അപ്പോൾ അർജുൻ മരിച്ചത് നന്നായി, ഈ രീതിയിലുള്ള ആൾക്കാരുടെ കൂടെ നിൽക്കുന്നതിനേക്കാൾ അർജുൻ മരിക്കുന്നതാണ് നല്ലതെന്ന് അത്രയും രൂക്ഷമായിട്ട് ഞങ്ങളെ മനസ്സെല്ലാം തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്ന അർജുൻ്റെ ബോഡി തിരിച്ച് കിട്ടിയിട്ട് നിങ്ങൾ മീഡിയാസിൻ്റെ മുന്നിൽ ഈ ഒരു കുടുംബം വന്ന് സംസാരിക്കുന്നതിന് മുമ്പ് വരെ ഇവർക്ക് ഈ പറഞ്ഞ യാതൊരുവിധ സൈബർ അറ്റാക്കോ ഇത്തരത്തിലുള്ള യാതൊരു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അർജുൻ്റെ പൈസയിൽ ജീവിച്ചു എന്ന് പറഞ്ഞ ഇത്തരം കമൻസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അർജുൻ മരിച്ചതാണ് നന്നായത് എന്നുള്ള കമൻസോ കാര്യങ്ങളോ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അർജുൻ്റെ ബോഡി എന്തെങ്കിലും തിരിച്ചു കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ മാത്രമായിരുന്നു നിന്നിരുന്നത്. പക്ഷേ നിങ്ങൾ അർജുൻ്റെ ബോഡി തിരിച്ച് കിട്ടിയതിന് ശേഷം മനാഫ് എന്ന് പറയുന്ന വ്യക്തിക്ക് ക്രെഡിറ്റ് കിട്ടുന്നു, അതൊരിക്കലും കിട്ടാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നിങ്ങൾ മീഡിയാസിൻ്റെ മുന്നിൽ വന്ന് സംസാരിച്ചതിൻ്റെ പേരിലാണ് കേരളത്തിലുള്ള ഇത്രയും ആളുകളും നിങ്ങൾക്കെതിരെ തിരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ആണെങ്കിൽ സൈബർ അറ്റാക്കുമായിട്ട് വന്നിട്ടുള്ളത്. കാരണം കേരളത്തിലെ മലയാളികൾ പൊട്ടന്മാരല്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അന്ന് ഈ ഒരു 75,000 രൂപയാണെങ്കിൽ സാലറി ഒക്കെ കൊടുത്തു എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ആണെങ്കിൽ മനാഫ് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൂടെ ഇവിടെ വെക്കാം. 75,000 രൂപയാണ് അവന്റെ ശമ്പളം, ഏറ്റവും ചെറിയ ശമ്പളം, അതായത് കുറഞ്ഞത്. കാരണം ഓ അധ്വാനിച്ചുണ്ടാക്കണ കമ്മീഷൻ ബേസും ഒക്കെയാണ്. അപ്പോൾ അതില് ഓന് ആ 75,000 പോലും ഓന് തികയില്ല മാസാവസാനം. എല്ലാ പ്രാവശ്യം ഇത്രയും ശമ്പളം വാങ്ങുമ്പോഴും ഓന്റെ പ്രാരാബ്ദവും പ്രശ്നങ്ങളും, കാരണം ഫീസ് അടിക്കാനുണ്ടാവും, അനിയത്തിന്റെ ഫീസ് അടിക്കാനുണ്ടാവും, അനിയന്റെ ഫീസ് അടിക്കാനുണ്ടാവും, വീട്ടിലെ ചെലവ്, കറണ്ട്, അത് മക്കള്, എൻ്റെ കുട്ടിക്ക് സുഖമില്ലാതാവും, ഓന്റെ മോൻക്ക് സുഖമില്ലാതാവും. ഇങ്ങനെ അവസാനം എല്ലാം തീരും. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സുപ്രഭാതത്തിൽ നിൽക്കാൻ പോവാണല്ലോ. അവന്റെ വരുമാനം, അനിയത്തിന്റെ കല്യാണം, ഇതൊക്കെ കൂടി ഓന് ആലോചിക്കണ്ടാവില്ല. ഞാൻ അങ്ങനെ നീണ്ട് ആലോചിച്ചു പോണ ആളാ. പിന്നെ ഒരു സംശയത്തിൽ ഇങ്ങനെ ജീവിച്ചു പോവേണ്ടി വരുമല്ലോ. എന്ത് പറ്റി എന്ന് പറഞ്ഞിട്ട് എന്ത് പറ്റാൻ ആ പറ്റിയ സ്ഥലത്തുണ്ടാവും കാര്യങ്ങള്. അപ്പം ഇതായിരുന്നു മനാഫിനാണെങ്കിൽ അർജുനാണെങ്കിൽ 75,000 രൂപയൊക്കെ ആണെങ്കിൽ ശമ്പളമായിട്ട് കൊടുത്തിരുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ആ ഒരു അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മനാഫ് ഈ പറയുന്ന കാര്യങ്ങളൊന്നും അത്ര നെഗറ്റീവായിട്ടോ അല്ലെങ്കിൽ മോശപ്പെട്ട കാര്യങ്ങളൊന്നും അല്ലല്ലോ പറയുന്നത്. അതായത് അർജുൻ അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടായിരുന്നു ആ ഒരു കുടുംബത്തെ നോക്കിയത് എന്നുള്ള രീതിയിൽ പറയുന്നതായിരുന്നു. ഒപ്പം പറയുന്നുണ്ട് ഈ സാലറിയുടെ കേസ്. അപ്പോൾ ഈ ഫാമിലിയിൽ അർജുൻ്റെ സഹോദരിയാണെങ്കിൽ നമ്മുടെ മീഡിയാസിൻ്റെ മുന്നിൽ വന്നിട്ട് ഈ മനാഫിൻ്റെ പേര് ഒഴിവാക്കുന്ന ആ ഒരു സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതിനുശേഷമാണ് ഈ പറയുന്ന പോലെ കമൻസും കാര്യങ്ങളും ഈ രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നത്. അതായത് നിങ്ങൾ അർജുൻ്റെ ചെലവിലല്ലേ കഴിഞ്ഞത് എന്നുള്ള രീതിയിലൊക്കെ അല്ലേ. അല്ലാതെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പം പറയുന്ന ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സ്വാഭാവികമായിട്ടും കേൾക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു കാര്യങ്ങൾ വരാത്ത ഒരു സാഹചര്യത്തിൽ മനാഫിൻ്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ അയ്യോ അത്രയ്ക്കും കഷ്ടപ്പെട്ടിട്ടായിരുന്നു ആ ഒരു കുടുംബത്തെ നോക്കിയത് എന്നുള്ളൊരു സാധനം മാത്രമേ ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ ഇതിനെ പറ്റിയിട്ടാണെങ്കിൽ സീക്രട്ട് ഏജൻറ്റ് അർജുൻ്റെ ഫാമിലിയിൽ പോയിട്ട് എടുത്തിട്ടുണ്ടായിരുന്ന ഒരു ബൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് അർജുൻ്റെ അനിയൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഇങ്ങോട്ട് വെക്കാം. ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം നമ്മളെ കുടുംബം അനുഭവിച്ച സംഭവം റോഷൻ്റെ എത്ര സാലറി ഉണ്ട് ഞങ്ങളോട് പറയലില്ല. കാരണം അതൊക്കെ ഓരോരുത്തരുടെ പ്രൈവസിയാണ്. ഓക്കെ, സാലറി എത്ര ഉണ്ടെന്ന് ഞങ്ങളുടെ അടുത്ത് പറയില്ല, അതൊക്കെ ഓരോരുത്തരുടെ പ്രൈവസി ആണെന്നുള്ളത്. പക്ഷേ അർജുൻ്റെ അളിയനും സഹോദരിയൊക്കെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എത്രയും സാലറി ഒന്നും കിട്ടുന്നില്ല എന്നൊക്കെ വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ അത്രയും സാലറി ഇല്ല എന്ന്. അർജുൻ്റെ അനിയൻ പറയുന്നുണ്ട് ഇതേപോലെ എത്ര സാലറി ഉണ്ടെന്നൊന്നും പറയലില്ല, അതൊക്കെ പ്രൈവസി ആണെന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു ക്ലാരിറ്റി അവർ തന്നെ തീർക്കേണ്ടതാണ്. ഞങ്ങളെ കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ ഇവർ പറയുന്നത് എന്താ വെച്ചാൽ ഇവരെ കൂടെ എൻ്റെ ഏട്ടൻ വർക്കിന് കയറാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ വർഷം മെയ്യിലാണ്. ഒരു വർഷമായിട്ടുള്ളൂ. ഒരു വർഷം 2 മാസം. ഒരു വർഷം 2 മാസം. എൻ്റെ കോളേജ് പഠനം തീരുന്നത് 2021 AWH. എൻ്റെ പഠിത്തത്തിൻ്റെ സമയത്ത് തന്നെ ഏട്ടൻ്റെ നല്ല സഹായമുണ്ട്. ഏട്ടൻ അതുവരെയുള്ള ഒക്കെ ഏട്ടൻ്റെ സഹായം. പക്ഷേ ഞങ്ങളെ വീട് പണിയുടെ സമയം അത് ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചോദിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ. കാരണം അത്രയും കഷ്ടപ്പാടും ഇങ്ങനെ വീടുണ്ടാക്കുമ്പോൾ എല്ലാ സഹായത്തിനും വീടുണ്ടാക്കും. എനിക്ക് എൻ്റെ കോളേജ് പഠിത്തം ആരോട് ചോദിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ഞാൻ തന്നെ ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. എൻ്റെ കക്കോടി ഞാൻ പണിയെടുക്കാത്ത ഷോപ്പില്ല, എല്ലാ ഷോപ്പിലും ഞാൻ മാറി നിൽക്കുന്നുണ്ട്. ഞായറാഴ്ച ആയാലും അങ്ങനെ എൻ്റെ കോളേജ് പഠിത്തം ഫീസൊക്കെ കണ്ടെത്തി. എൻ്റെ ചേച്ചി ഈ ഇക്രയിൽ ജോലിക്ക് കയറിയിട്ട് 3 വർഷമായി. അപ്പോൾ ഇവർ ഇങ്ങനെ ഒരു വീഡിയോ ഇടുമ്പോൾ നെഗറ്റീവായിട്ട് അറിയാത്ത ആൾക്കാരെ ഞങ്ങളെ വിളിക്കുക, അറിയുന്ന ആൾക്കാർ പറയുമ്പോൾ അതിനും സങ്കടം. ഈ സ്വന്തം ചേച്ചി ഇത്ര കഷ്ടപ്പെട്ട് ചേച്ചിനെ വിളിച്ച് ചോദിക്കുക നിങ്ങൾ അർജുൻ്റെ ചെലവിൽ ജീവിക്കാൻ ഉളുപ്പില്ല എന്നുള്ള രീതിയിൽ ചോദിക്കുക. എങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങും? ഈ പ്രസ് മീറ്റിൽ വന്നിട്ട് ഈ പറയുന്ന പോലെ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പാണ് ഇത് പറയുന്നുണ്ടെങ്കിൽ ഓക്കെ, അങ്ങനെ ആ ഒരു ടൈമിലൊക്കെ നിങ്ങളുടെ അടുത്ത് ഈ ഒരു ഫാമിലി അടുത്ത് ആളുകൾക്ക് നെഗറ്റീവ് തോന്നാനുള്ള സാധനം ഇപ്പം അർജുൻ്റെ സഹോദരി തന്നെ ഇട്ട് കൊടുത്തില്ലായിരുന്നുവെങ്കിൽ ഈ രീതിയിൽ വന്ന ആളുകൾ ചോദിക്കുമായിരുന്നു. അല്ലെങ്കിൽ അർജുൻ്റെ എന്താ പറയുക ചിലവിൽ കഴിയാൻ നാണമില്ലേ എന്നൊരിക്കലും ഈ പറയുന്ന അർജുൻ്റെ ബോഡി കിട്ടുന്നതിന് മുമ്പായിട്ടുള്ള ആ ഒരു ടൈമിൽ ആരും പറയുണ്ടായിരിക്കില്ല. അത്രയ്ക്കും മനസാക്ഷി കെട്ടവരല്ല നമ്മൾ മലയാളികൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പിന്നീട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പിന്നീട് ആ ഒരു ഫാമിലിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള നിങ്ങളുടെ വൈകാരികമായിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ മീഡിയാസിൻ്റെ മുന്നിൽ കാണിച്ചിട്ടുണ്ടാകുക. പക്ഷേ എല്ലാ ആളുകളും അതേ രീതിയിൽ ഉൾക്കൊള്ളണമെന്നില്ല. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം അർജുൻ്റെ ചിലവിൽ കഴിഞ്ഞിട്ടില്ലേ നിങ്ങൾക്ക് നാണമില്ലെന്ന് ചോദിക്കുമ്പോൾ അതിന് ഇത്ര നാണക്കേട് തോന്നാൻ എന്താണ്? സ്വന്തം സഹോദരൻ്റെ ചിലവിൽ നമ്മൾ കഴിയുന്നു പറഞ്ഞാൽ അത്ര വലിയ നാണക്കേട് തോന്നേണ്ട ആവശ്യമില്ല. നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ ചിലവിൽ നമ്മൾ കുറേ നാൾ കുട്ടിക്കാലം കഴിഞ്ഞില്ലേ. ഇപ്പം നാളെ നമുക്കൊരു ജോലി കാര്യങ്ങളൊന്നും ആവുന്നതിന് മുമ്പ് നമ്മുടെ സഹോദരനോ നമ്മളെ മൂത്ത ചേച്ചിക്കോ മൂത്ത ചേട്ടനോ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അവരുടെ ചിലവിൽ ജീവിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് അത്ര വലിയ നാണക്കേട് തോന്നാനും പ്രശ്നം തോന്നാനും മാത്രം ഒന്നുമില്ല.
പിന്നെ ഇവരിനി പ്രസ് മീറ്റിൽ ബാക്കി അളിയനും സഹോദരിയും പറഞ്ഞ ബാക്കി കാര്യങ്ങളും ഇങ്ങോട്ട് വെക്കാം. ഈ 75,000 രൂപ സാലറിയിൽ ഞാൻ വ്യക്തമായിട്ട് പറയാം, ആ വൈകാരികത ഇദ്ദേഹം ചൂഷണം ചെയ്തു. പല രീതിയിൽ നിന്ന് പല കോടിയിൽ നിന്നും ഫണ്ട് സ്വരൂപിക്കുന്നുണ്ട് എന്നത് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. ഈ ഒരു ഫണ്ട് പോലും ഇതുവരെ ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. ഇനി ഞങ്ങൾ അങ്ങനെ ഫണ്ട് സ്വീകരിക്കുകയില്ല. കാരണം അങ്ങനത്തെ ഒരു ആവശ്യകതയില്ല. ഇപ്പോൾ അർജുൻ്റെ കൃഷ്ണപ്രിയയ്ക്കായാലും മോനായാലും ജീവിക്കാൻ വേണ്ട ഒരു സാഹചര്യം ഇവിടുത്തെ ഗവൺമെൻറ് ഒരുക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അച്ഛൻ്റെ അമ്മയും കുടുംബത്തിൻ്റെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച്, ഞങ്ങൾ ഏത് ഘട്ടങ്ങളിലാണെങ്കിലും ഒരുമിച്ചിട്ട് തന്നെയാണ് മുന്നോട്ട് പോയതും. അതേ രീതിയിൽ തന്നെ ഈ കുടുംബത്തിന് ഒരു പോറൽ പോലും ഏൽക്കാതെ സംരക്ഷിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ആ ഒരു വൈകാരികത അദ്ദേഹം ചൂഷണം ചെയ്യുന്നതിൽ പിന്മാറണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതുപോലെ തന്നെ വേറെ ഈ ഒരു സംഭവം നടക്കുമ്പോൾ തന്നെ പിന്നെ അദ്ദേഹം ഒരു ഒരു കാര്യമായിട്ട് കൃഷ്ണപ്രിയ മാനസികമായിട്ട് തളർന്ന സംഭവമായിരുന്നു. അയന്നെ 4ാമത്തെ കുട്ടിയായിട്ട് ഞങ്ങൾ വളർത്തും, ഞാൻ വളർത്തും. നോക്കൂ, എന്ത് അസംബന്ധമായ കാര്യമാണ് അദ്ദേഹം ഈ മാധ്യമങ്ങളിൽ പുലമ്പിക്കൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് പറയുന്നില്ല. അവളൊക്കെ അന്ന് കരഞ്ഞ് തരിപ്പണമായൊരു ദിവസമായിരുന്നു. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആവശ്യകത ഞങ്ങൾ ആരെങ്കിലും മുന്നോട്ട് വെച്ചോ? ഇല്ല. അർജുൻ്റെയും ഈ കുടുംബത്തെയും ഫാമിലിയെയും മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനുള്ള പാർട്ടിയുണ്ട്. അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും നിലവിൽ ഞങ്ങൾക്കില്ല. പുള്ളി എന്താ ചെയ്തത്? പുള്ളിയുടെ യൂട്യൂബ് ചാനലുകാണ് ഇതേ. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ പറയുന്ന വ്യക്തി മനാഫ്കയാണെങ്കിൽ അദ്ദേഹത്തിന് യൂട്യൂബ് ചാനലുണ്ട്. ആ യൂട്യൂബ് ചാനലിൽ കൂടെ അർജുനോട് ഒരു തുള്ളി സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഈ എല്ലാ കാര്യവും അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. അവർ നമ്മൾ സംസാരിക്കാൻ തരോ 600 പേര് കാണുന്നുണ്ട്, 700 പേര് ഇപ്പോൾ കാണുന്നുണ്ട്. അടിപൊളിയാണ്, സൂപ്പറാണ്. ഈ രീതിയിലുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് എത്ര അഭിജിത്ത് നോക്കൂ. ഇത്രയും കാലം അഞ്ചു പെട്ടെന്ന് തരത്തിൽ വൈകാരിക തലത്തിൽ പോകാൻ കാരണം അവിടുത്തെ ഈ കളികളൊക്കെ കണ്ടപ്പോഴാണ് അഞ്ചു ഇത്രയും വൈകാരിക തലത്തിൽ മാറിപ്പോയത്. അവളവിടെ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവർ ഈ യൂട്യൂബ് ചാനൽ കൊണ്ട് ഈ അർജുനെ ലോറി പൊക്കുന്നതും ഇതെല്ലാം അതിന് നമ്മുടെ മുഖ്യധാരം അർജുനോടും കുടുംബത്തിനോടും സ്നേഹമുണ്ടെങ്കിൽ അദ്ദേഹം അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ആലോചിച്ച്. ഓക്കെ, അപ്പം ഇതിനകത്ത് പറയുന്നത് പോലെ അർജുൻ്റെ ആണെങ്കിൽ കുഞ്ഞിനെ ആണെങ്കിൽ സ്വന്തം കുഞ്ഞിനെ പോലെ നോക്കും എന്നൊക്കെ ഉള്ള രീതിയിലേക്ക് മനാഫ് പറയുമ്പോഴത്തേക്കും അതൊക്കെ എന്തോ വലിയൊരു അപരാധമായിട്ടുള്ള രീതിയിലാണ് പറയുന്നത്. നിങ്ങൾ എന്തിനാണ് അങ്ങനെ ആ ഒരു സെൻസിൽ നിങ്ങൾ എടുക്കുന്നത്? എന്തിനാണ് ആ ഒരു മനുഷ്യൻ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. തൻ്റെ ഒരു കീഴിൽ പണിയെടുക്കുന്ന ഒരു തൊഴിലാളി അല്ലേ, അത്ര മാത്രമേ ഉള്ളൂ. ആ ഒരു തൊഴിലാളിക്ക് വേണ്ടിയിട്ട് ഇത്രയും നാൾ അവിടെ പോയി കിടന്ന് ആ ഒരു ബോഡി കിട്ടാൻ വേണ്ടിയിട്ട് ഇത്രയും നാൾ അവിടെ പോയി കിടക്കുകയും ആളുകളുടെ തല്ലും കൊണ്ടെല്ലാം അവിടെ കിടക്കുകയും ചെയ്ത് പിന്നീട് തിരിച്ചു വന്ന ആ ഒരു സഹോദര സ്നേഹം തോന്നിയതിൻ്റെ പേരിലാണെങ്കിൽ ആ ഒരു അർജുൻ്റെ കുഞ്ഞിനെ ആണെങ്കിൽ സ്വന്തം കുഞ്ഞിനെ പോലെ നോക്കും എന്നുള്ളൊരു മനസ്സ് കാണിക്കുമ്പോൾ നിങ്ങൾക്കത് വേണമെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ വേണ്ടെങ്കിൽ വേണ്ടെന്ന് പറയാം. പക്ഷേ അതിനെ നിങ്ങളൊരു മറ്റൊരു കണ്ണിലേക്ക് കൊണ്ടുപോയി വേറൊരു സെൻസിലോട്ട് കൊണ്ടുപോകേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ നിങ്ങളിപ്പോൾ പിന്നെ പറയുന്നുണ്ട് അർജുൻ്റെ പേരിൽ കുറച്ച് ഫണ്ട് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ സ്വരൂപിക്കുന്നുണ്ട്, അതിലൂടെ അർജുനെ വെച്ചിട്ടാണെങ്കിൽ കുറേ പൈസ തട്ടിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ആക്ച്വലി ഈ പൈസ തട്ടിച്ചു എന്ന് പറയുന്നത് ഇവർ അർജുൻ്റെ ഈ ഒരു എന്താ പറയുക റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടിയിട്ടാണെങ്കിൽ രൂപീകരിച്ചിട്ടുള്ള ആക്ഷൻ കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന പോലെ പൈസ സ്വരൂപിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിനെ പറ്റിയിട്ട് അതിൻ്റെ ഭാരവാഹികൾ തന്നെ വന്നിട്ട് സംസാരിക്കുന്നുണ്ട്. അർജുന്റെ പേരിൽ പണപ്പിരിവ് നടത്തി എന്ന് ഒറ്റ പ്രസ്താവന നമ്മൾ കേൾക്കുമ്പോൾ ടി വിയിലൊക്കെ അത് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഭയങ്കര ബ്രേക്കിംഗ് ആയിട്ടൊക്കെ വന്നു. പണപ്പിരിവ് നടത്തി എന്ന് പറയുമ്പോൾ പൊതുജനം വിചാരിക്കുന്നത് ഭയങ്കര പണപ്പിരിവ് റെസീറ്റ് അടിച്ച് നാട്ടുകാരോട് മുഴുവൻ പിരിച്ച് ഈ വലിയ തോതിൽ തുക ഈ ഫൈൻഡ് അർജുൻ ആക്ഷൻ കമ്മിറ്റിക്കാരുണ്ടാക്കി എന്നാണ് ഒറ്റ നോട്ടത്തിൽ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് തോന്നുന്നത്. അത് അങ്ങനെയാണ് സാധാരണക്കാരന്റെ ലെവലിലേക്ക് തോന്നുക. അങ്ങനെ അല്ലായിരുന്നെങ്കിൽ കുടുംബം ഇങ്ങനെ ഒരു പത്രസമ്മേളനം ഒന്നും വിളിച്ചിട്ട് വളരെ ഗൗരവമായിട്ട് ഈ വിഷയം ഉന്നയിക്കുമായിരുന്നില്ലല്ലോ എന്നായിരിക്കും സ്വാഭാവികമായിട്ട് ആളുകൾ കാണുക. ഇപ്പോൾ ആക്ഷൻ കമ്മിറ്റിയുടെ ഭാരവാഹികൾ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് ഇവിടെ പ്രേക്ഷകരോട് പറയാനുള്ളത് പണപ്പിരിവ് നടത്തിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് പണപ്പിരിവ് നടത്തിയത്? ഫൈൻഡ് അർജുൻ ആക്ഷൻ കമ്മിറ്റി അതിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കേരള മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി പോകാൻ തീരുമാനിച്ചു. ആക്ഷൻ കമ്മിറ്റി ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ എൻ്റെ ഈ വാക്കുകൾ കേൾക്കുന്ന പ്രേക്ഷകരോട്, നിങ്ങളുടെ നാട്ടിലൊക്കെ ആക്ഷൻ കമ്മിറ്റികൾ ഉണ്ടാവും, നിങ്ങൾ പലരും ആക്ഷൻ കമ്മിറ്റിയുടെ ഭാഗമായിരിക്കും, അല്ലെങ്കിൽ അതിനോടൊപ്പം അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഏതൊരു ആക്ഷൻ കമ്മിറ്റി പ്രവർത്തനം നടത്തുമ്പോഴും സ്വാഭാവികമായും അതിനൊരു ലെറ്റർ പാഡ് അടിക്കണം, സീല് വേണം, അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങൾ നീക്കണം, ഫോട്ടോസ്റ്റാറ്റ് എടുക്കേണ്ടി വരും, DTP ചെയ്യേണ്ടി വരും, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏത് കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും. അത് ഈ ആക്ഷൻ കമ്മിറ്റിക്ക് ഉണ്ടായിട്ടുണ്ട്. അതേസമയം ഇത് വലിയ കേസാണ്. സംസ്ഥാന മുഖ്യമന്ത്രിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നേരിട്ട് കണ്ട് നിവേദനം സമർപ്പിക്കേണ്ട കാര്യമൊക്കെ വന്ന സമയത്ത് ഇതിന് പോകാൻ ചെലവില്ലേ? ഇതിന് യാത്രപ്പടി ഈ യാത്ര പോകുന്ന ആളുകൾക്ക് ടിക്കറ്റ് എടുക്കണ്ടേ? ഈ പറയുന്ന സീലുണ്ടാക്കാനും ലെറ്റർ ഹെഡ് ഉണ്ടാക്കാനും DTP ചെയ്യാനും ഒക്കെ പണം വേണമല്ലോ. അതിന് ആക്ഷൻ കമ്മിറ്റി എങ്ങനെയാണ് പണം കണ്ടെത്തുക? നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ആക്ഷൻ കമ്മിറ്റി പ്രാഥമികമായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വരുമ്പോൾ അതിൽ ബന്ധപ്പെട്ട ആളുകൾ, ആ കമ്മിറ്റിക്ക് അകത്തുള്ള ആളുകൾ പരസ്പരം 100ഉം 200ഉം ഒക്കെ ഈ ചെലവ് കണക്കാക്കിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ വേണം. നമുക്ക് അങ്ങനെയാണ്. ഓക്കെ, അപ്പം സംഭവം മനസ്സിലായല്ലോ എന്തിനാണ് പൈസ കാര്യങ്ങളൊക്കെ പിരിച്ചിട്ടുള്ളത് എന്നുള്ളത്. ആൻഡ്
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ ഒരു സാധനത്തിന് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു റിയാലിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു റിയൽ ഫേസ് കാര്യമായി അർജുൻ്റെ റെസ്ക്യൂ ഓപ്പറേഷനായിട്ട് ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും അതിന് വേണ്ടിയിട്ട് വരുന്ന ചിലവുകൾ അത് എന്താ പറയുക അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു പൈസ ഇതുപോലെ പിരിവ് നടത്തി എന്നുള്ള രീതിയിലേക്കൊക്കെ പറയുന്നത്. അത് പിന്നീട് വേറൊരു സെൻസിലേക്ക് വീണ്ടും ഈ കുടുംബം വന്നിട്ട് ആളുകൾക്കിടയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ എല്ലാ ആളുകളും കണ്ടുകൊണ്ടിരിക്കുകയാണ് മനാഫ് എന്ത് ചെയ്തു, നിങ്ങളുടെ കുടുംബം എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ കുടുംബം എന്തൊക്കെ വന്ന് സംസാരിക്കുന്നു എന്ന് എല്ലാ ആളുകളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ പിന്നീട് വന്ന് പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇതേപോലെ ഇത്രയും വലിയൊരു സൈബർ അറ്റാക്ക് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. ആദ്യം നമ്മളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വൈകാരിക ഭാവം എല്ലാ ആളുകൾക്കും മനസ്സിലാവണമെന്നില്ല. നിങ്ങൾ ഏത് സെൻസിലാണ് പറയുന്നത്, എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പലർക്കും മനസ്സിലാവണമെന്നില്ല. ആൻഡ് ഇതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ അർജുൻ്റെ അളിയനാണെങ്കിൽ സംഘിയാണ്, പിന്നെ മനാഫ് ഒരു മുസ്ലിമാണ്. അങ്ങനെ ഈ മതത്തിൻ്റെ പേരിൽ കുറച്ച് വർഗീയ വിഷം മനസ്സിലുള്ള ആളുകൾ തുപ്പുന്ന കുറച്ച് സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം മനാഫിന് ഈ ഒരു കേസ് വന്നതിന് ശേഷം പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് അതിനകത്ത്. മതസ്പർദ്ധ കലാപാഹനം എന്ന് പറഞ്ഞാൽ അങ്ങനെ കഴിക്കൂലേ. ഞാൻ മതങ്ങളെ യോജിപ്പിക്കാനാണ് പ്രവർത്തിക്കുന്നത്. ഒരിക്കലും ഇത് മതങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കുന്നത് മനാഫ് ഒരിക്കലും ചെയ്യൂല. യോജിപ്പിക്കുകയാണ്. അതായത് നമ്മൾ ആദ്യം മുതലുള്ള കാര്യമാണ്. ഇതൊരു എന്താ പറയുക കമ്മ്യൂണൽ ഇഷ്യൂലേക്കോ അങ്ങനത്തെ പോയതെന്ന് തന്നെ ഞാൻ എല്ലാ സ്ഥലത്തും പറഞ്ഞു. ഇന്നലെ പത്രസമ്മേളനം നടത്തിയപ്പോഴും നമ്മൾ ആ കുടുംബത്തിനോട് അറിയാതെ അറിഞ്ഞിട്ടൊരു കാര്യം ചെയ്തിട്ടില്ല. ഇനി എന്ത് കാര്യത്തിനും നമ്മൾ മൊത്തം ഫാമിലി ഇവിടെ നിന്നിട്ട് ഇന്നലെ പത്രസമ്മേളനത്തിൽ മാപ്പും പറഞ്ഞതാണ്. ഇപ്പോൾ ഒരു FIR ഇട്ടിട്ടുണ്ടെങ്കിലും എന്താ ഇപ്പം ചെയ്യുക? അതെ, എന്തെങ്കിലും അറിഞ്ഞോ അറിയാതെയോ തെറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ മാപ്പ്. അതാണ് മനാഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മനസ്സാക്ഷി അല്ലെങ്കിൽ മനുഷ്യത്വം എന്ന് പറയുന്നത്. അപ്പോഴും ആ ഒരു കുടുംബത്തിൻ്റെ വൈകാരിക ഭാവം മനസ്സിലാക്കി അല്ലെങ്കിൽ ആ ഒരു വിഷമഘട്ടത്തിൽ ഇപ്പോൾ അവരെങ്ങനെ ചിന്തിക്കും എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അവർ ചിന്തിച്ചതിനെ വളരെ റെസ്പെക്റ്റോട് കൂടി തന്നെയാണ് പറയുന്നത്. അറിഞ്ഞോ അറിയാതോ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പ് എന്ന് പറഞ്ഞിട്ട്. എന്തായാലും ബാക്കിയും കൂടെ കാണാം. സമൂഹത്തിനോട് മാപ്പ് പറഞ്ഞു. അതോടൊപ്പം തന്നെ ആ കുടുംബത്തിനെതിരായുള്ള ആക്രമണങ്ങൾ ഒഴിവാക്കണമെന്നുള്ള ആവശ്യപ്പെടുകയും ചെയ്തു മനാഫിനെ അനുകൂലിക്കാറുണ്ട്. പക്ഷേ അതിനുശേഷം ഉണ്ടായ ഇത്തരം കേസെടുക്കുന്നത് അതിനെങ്ങനെയാണ് മനാഫ് പറയുന്നത്? ഞാൻ പൊതുസമൂഹത്തിനോട് പറഞ്ഞത് അവരെ ആരെങ്കിലും ആക്രമിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് പലവട്ടം ഞാൻ പറഞ്ഞ കാര്യമാണ്. ഒരിക്കലും ഓലെ ആക്രമിക്കരുത്, ഓർക്കെതിരെ ഒരു കമൻ്റ് ഇടരുത് എന്ന് തന്നെയാണ് പറഞ്ഞത്. അതിപ്പോൾ ജനങ്ങളുടെ വികാരം ഞാനിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നെക്കൊണ്ട് കഴിയുന്നതിൻ്റെ ഒരു പരമാവധി ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അവർക്കെതിരെ ഞാൻ എന്താ ചെയ്യാ? അതിനിടയ്ക്ക് സാഹചര്യം താങ്കൾ പല ചാനലുകൾക്ക് നടത്തിയ കമന്റുകൾ അല്ലെങ്കിൽ പ്രതികരണങ്ങൾ ആ ഒരു വൈകാരികതയാണ് ഇതിനിടയാക്കുന്നത് എന്നുള്ളതാണ് പരാതി പ്രധാനമായിട്ട് പറയുന്നത്. എന്ത് പ്രതികരണം ഇപ്പം ഞാൻ ഇവർക്ക് എതിരെ പറഞ്ഞത്? ഞാൻ ഇവർക്ക് അനുകൂലമായിട്ടാണ് ഈ സമയം വരെ നിൽക്കുന്നത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എനിക്കെതിരെ എന്ത് കേസ് വന്നു കഴിഞ്ഞാലും ഞാൻ ഓരോ കൂടെ തന്നെ ഉള്ളത്. അവരെന്നെ ഇപ്പം എങ്ങനെ കേസിൽ കുടിക്കാലും ശിക്ഷിച്ചാലും ഒക്കെ ഞാൻ ഓരോ കൂടെ തന്നെ. മനാഫിന്റെ യൂട്യൂബ് ചാനലിലൂടെ അപകീർത്തികരമായ പരാമർശം നടത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എൻ്റെ യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും ആക്സസ് ഉള്ളതല്ലേ, അതിലെവിടെയെങ്കിലും അങ്ങനെ എന്താ ഉള്ളത് എന്നുള്ളത് നോക്കാലോ. അറിയില്ല, ഞാനൊന്നും അറിയില്ല. ഞാനിപ്പം ഇന്ന് രാവിലെ അപ്പം അറിയണത് എനിക്കെതിരെ FIR-ഉം കേസും ഉണ്ട് എന്നുള്ളത്. തീർച്ചയായിട്ടും ഇന്നലത്തോട് കൂടിയിട്ട് നമ്മളെ കാര്യങ്ങൾ പറഞ്ഞതാ. മനാഫിന്റെ മാനസികാവസ്ഥ എന്താണ്? സങ്കടം ഉണ്ടാവില്ല, അത് കുഴപ്പമില്ല. സങ്കടമുണ്ട്, പക്ഷേ ആരാ അത് എന്തിനാ അത് ചെയ്യണത് എന്നുള്ളത് മനസ്സിലാവില്ല. ഇല്ല, പോലീസ് വന്നു. ഓക്കെ, അപ്പം ഇതൊക്കെയായിരുന്നു മനാഫിന് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾ ഒരു സത്യം പറഞ്ഞ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര മനസ്സിന് വിഷമം തോന്നുന്നു. കാര്യം എന്താ പറയുക, ഒരു സഹോദരനെ പോലെ കണ്ട ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടി ആ ഒരു ശരീരം കൊണ്ട് ഇത്രയും നാളും അവിടെ കിടന്ന് വല്ല കാര്യമുണ്ടോ അയാൾക്ക്? പിന്നെ മനാഫിന് ഈ പറയുന്ന പോലെ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയിട്ട് വേണം ഇത് പൈസ തട്ടിച്ചു എന്നൊക്കെ പറയാനൊക്കെ ഉണ്ട്. അത്യാവശ്യം നിങ്ങൾക്ക് എന്താ പറയുക, ഈ പറയുന്ന ആൾക്കാർക്ക് അത്യാവശ്യം കോമൺ സെൻസ് എന്ന് പറയുന്നൊരു സാധനം വേണ്ടേ? അയാൾക്ക് അത്യാവശ്യം നല്ല ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളൊരു വ്യക്തിയാണ്. പിന്നെ യൂട്യൂബിൽ നിന്ന് എന്താ പറയുക, ഈ പറയുന്ന പോലെ അർജുനെ വെച്ചിട്ട് ഇത്രയും വലിയ പൈസ ഉണ്ടാക്കിയതാണോ എല്ലാവരും വിചാരിക്കുന്നത്? പിന്നെ ഈ പറയുന്ന ഇവിടുത്തെ മീഡിയാസ് എല്ലാം TRP വാല്യൂസ് നോക്കി മാത്രം വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ചാനൽസ് അർജുനെ മറന്നപ്പോൾ അപ്പോഴും അവിടെ നിന്നിട്ട് അവന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിൽപ്പുണ്ട്, അർജുനെ ഞങ്ങൾ ഓരോ ദിവസം ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ കാര്യങ്ങൾ, നിങ്ങളെല്ലാവരും അറിയണം, അർജുനെ മറക്കരുത് എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ സാധനങ്ങളൊക്കെ തുടങ്ങി എല്ലാവരിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ നിന്നപ്പോഴത്തേക്കിന് അതിന് ഈ പറയുന്ന വലിയ വ്യൂവർഷിപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവർ മീഡിയാസിൻ്റെ മുന്നിൽ വന്നിട്ട് ഈ മനാഫ് യൂട്യൂബ് ചാനൽ തുടങ്ങിയ അതിൻ്റെ ആവശ്യം എന്ത് എന്നുള്ള രീതിയിലൊക്കെ അവർ പറഞ്ഞുകൊണ്ട് മീഡിയാസിൻ്റെ മുന്നിൽ സംസാരിച്ചു. വിത്തിൻ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെയാണെങ്കിൽ അത്യാവശ്യം എത്ര 1 ലക്ഷം+ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ കയറി.
അപ്പോൾ അത്രമാത്രം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ, കേരളത്തിലെ മലയാളികളെല്ലാം അത്യാവശ്യം മനസാക്ഷിയുള്ള ആളുകളാണ്. പക്ഷേ നിങ്ങളുടെ ഈ ഒരു കുടുംബം കാണിക്കുന്ന പല കാര്യങ്ങളും കാണുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ഭയങ്കര സഹതാപം തോന്നുന്നുണ്ട്. കാര്യം നിങ്ങളുടെ എന്ത് മാനസികാവസ്ഥ കൊണ്ടാണ്, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനെ നിങ്ങൾക്ക് ഒരു രീതിയിലും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടോ ഒക്കെ ആയിരിക്കാം നിങ്ങൾ ഈ രീതിയിലൊക്കെ സംസാരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സൈബർ അറ്റാക്ക് വരുന്ന ലൈഫിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ അതൊന്നും പറ്റാത്തത് കൊണ്ടായിരിക്കാം നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളുടെ ഭാഗത്തും നിങ്ങൾ അർജുൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടായിരിക്കാം, ഒപ്പം മനാഫ് എന്ന് പറയുന്ന ആളും പരസ്പരം സ്നേഹിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന ക്രെഡിറ്റ് ഒരാളിലേക്ക് മാത്രം പോകുന്നു, അല്ലെങ്കിൽ അത് അങ്ങനെ പോകാൻ പാടില്ല എന്നൊക്കെയുള്ള ചിന്താഗതി വിട്ടേക്കുക. കാരണം അർജുന് വേണ്ടിയിട്ട് ഇവിടെ കേരളത്തിലുള്ള എല്ലാ മലയാളികളും കാത്തിരുന്നു, മനാഫ് മാത്രമല്ല. പക്ഷേ എല്ലാവർക്കും വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എല്ലാവരേക്കാൾ ഒരുപടി കൂടുതൽ അർജുന് വേണ്ടിയിട്ട് എഫേർട്ട് ഇട്ടത് മനാഫാണ്. അതെല്ലാ മലയാളികൾക്കും മനസ്സിലായിട്ടുള്ളതാണ്. അതിനി എത്രയൊക്കെ പറഞ്ഞാലും അത് മാറൂല. ഓക്കെ, ആ മനാഫിന് ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോൾ FIR ഒക്കെ രജിസ്റ്റർ ചെയ്തിട്ട്, സത്യം പറഞ്ഞാൽ ഇതൊക്കെ പുള്ളിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മീഡിയയുടെ മുന്നിൽ കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നൂടെ. കാര്യം ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, ലോകത്ത് ഒരാളെയും നമ്മൾ സഹായിക്കാൻ പാടില്ല, അടുത്തുള്ള ഒരാളെ ഇത്രത്തോളം നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ പാടില്ല എന്നൊക്കെ മനസ്സിലാക്കി തരുന്ന വലിയൊരു എക്സാമ്പിളാണ് ഇപ്പം ഈ ഒരു മനാഫിൻ്റെ ഈ ഒരു ഇൻസിഡൻറ്റ്.